ഫ്രണ്ട്സ്, വെൽക്കം ടു മന കിച്ചൻ. ഇന്ന് നമ്മൾ ഒരു പുഡിങ്ങാണ് റെഡിയാക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ക്രീമി ആയിട്ടുള്ള, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു റാഫെല്ലോ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി നിങ്ങൾ മറക്കല്ലേ. ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഈ ഒരു പുഡിങ് റെഡിയാക്കാനായിട്ട് ജെലാറ്റിനോ അല്ലെങ്കിൽ ചൈന ഗ്രാസോ ആവശ്യമുണ്ട്. ഞാനിവിടെ ജെലാറ്റിനാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ജെലാറ്റിനിലേക്ക് 1/4 കപ്പ് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഞാനൊരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു സ്റ്റെപ്പിന് പകരം നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഫ്രഷ് ക്രീമിന് പകരമാണ് നമ്മൾ ഈ ഒരു പാൽപ്പൊടിയുടെ മിക്സ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ പാൽപ്പൊടിയുടെ മിക്സോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പുഡിങ്ങിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പുഡിങ്ങിലേക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. ഞാനൊരു ബൗളിലേക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കുവാണ്. വിപ്പിംഗ് ക്രീമിന് പകരം നിങ്ങൾക്ക് വിപ്പിംഗ് പൗഡറും എടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കേക്കിലേക്കൊക്കെ ഫ്രോസ്റ്റിങ് ചെയ്യുന്നത് പോലെ അത്രയും സ്റ്റിഫ് പീക്സ് ആയിട്ട് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒന്ന് ചെറുതായിട്ട് വിപ്പായി വന്നാൽ മാത്രം മതി. അങ്ങനെ ക്രീം ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന ക്രീമിന് അത്യാവശ്യം മധുരം ഉള്ളത് കൊണ്ട് ഞാനൊരു 1/3 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ സ്പാച്ചില വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയോ ചെയ്യാം. നിങ്ങളെടുക്കുന്ന ക്രീമിൻ്റെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്കിനി ഇതിലേക്ക് പാൽപ്പൊടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ പാൽപ്പൊടി ചേർത്തിട്ട് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്ത ജെലാറ്റിൻ ചേർത്ത് കൊടുക്കാം. ജെലാറ്റിൻ തണുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ജെലാറ്റിൻ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം 250 ml കപ്പിൽ ഞാൻ 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പുഡിങ്ങിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പുഡിങ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബൗളിലാണ് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഇതിലേക്ക് നമുക്ക് പുഡിങ്ങിൻ്റെ ബാറ്റർ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ക്രീമി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കേണ്ട, താഴെ വെച്ചാൽ മതിയാവും. പിന്നെ കുറച്ചും കൂടെ കട്ടിയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കണം. 6 മുതൽ 8 മണിക്കൂർ വരെ നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഓവർനൈറ്റ് വെച്ചാലും മതി. ഞാനിവിടെ ഓവർനൈറ്റാണ് വെക്കുന്നത്. അങ്ങനെ പുഡിങ്ങിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്കും കൂടി നമുക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പകരം തേങ്ങ ചിരകിയതിന് ശേഷം ആ വൈറ്റ് കളർ മാറാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പാനിലൊന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. ഇപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടൊക്കെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ്. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് നമുക്ക് പുഡിങ്ങിൻ്റെ മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റാഫെല്ലോ ബോൾസ് ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. റാഫെല്ലോ ബോൾസ് ഉണ്ടാക്കുന്നതിൻ്റെ വിശദമായ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവർ അതൊന്ന് പോയിട്ട് കാണണം. ഇനി ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അളവൊന്നും പറയുന്നില്ല. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാകത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കിയെടുക്കാം. ഓരോ ബോളിൻ്റെ നടുവിൽ നമുക്ക് ഓരോ ബദാമും കൂടി വെച്ച് കൊടുക്കാം. ബോളാക്കി എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ റാഫെല്ലോ ബോൾസും റെഡിയാക്കി എടുക്കാം.
അങ്ങനെ റാഫെല്ലോ ബോൾസ് ഒക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പുഡിങ്ങിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ റാഫെല്ലോ ബോൾസ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് ബദാമും ചെറിയും കൂടി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പാർട്ടികളിൽ വിളമ്പാനും അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. അങ്ങനെ റാഫെല്ലോ പുഡിങ് ഇവിടെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ. അതോടൊപ്പം നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പായ മന്ന കിച്ചണിൽ ജോയിൻ ചെയ്യാനും ഫേസ്ബുക്ക് പേജായ മന്ന ഹോം മെയ്ഡ് കേക്ക്സ് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.